വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം അധ്യായം 19 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ശിശുക്കളെ അനുഗ്രഹിക്കുന്നു. യേശു കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നതിനു വേണ്ടി ചിലർ ശിശുക്കളെ അവന്റെ അടുത്ത് കൊണ്ടുവന്നു. ശിഷ്യന്മാർ അവരെ ശകാരിച്ചു. എന്നാൽ അവൻ പറഞ്ഞു, ശിശുക്കളെ എന്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. എന്തെന്നാൽ സ്വർഗരാജ്യം അവരെ പോലെയുള്ളവരുടേതാണ്. അവൻ അവരുടെ മേൽ കൈകൾ വെച്ച ശേഷം അവിടെ നിന്ന് പോയി. ശിശുക്കളോടുള്ള യേശുവിന്റെ സമീപനം. ഒരിക്കൽ യേശു യാത്രാമധ്യേ ക്ഷീണിതനായിരുന്നിരിക്കണം. യേശു നടന്നു പോകുന്നു എന്ന് കണ്ട് തെരുവോരങ്ങളിൽ താമസിക്കുന്ന അമ്മമാർ തങ്ങളുടെ കുഞ്ഞുങ്ങളെയും വഹിച്ചുകൊണ്ട് യേശുവിന്റെ പക്കലേക്ക് നടന്നു വരുന്നു. തങ്ങളുടെ കുഞ്ഞുങ്ങളെ യേശു കൈവച്ച് അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയാണ് അമ്മമാർ കുഞ്ഞുങ്ങളെയും കൊണ്ട് യേശുവിനെ സമീപിക്കുന്നത്. അങ്ങനെ ആളുകളുടെ എണ്ണം അധികമായതുകൊണ്ട് കുഞ്ഞുങ്ങൾ ധാരാളമായിട്ട് വന്നുകൊണ്ടിരിക്കാൻ ഇടവന്നതിന്റെ അടിസ്ഥാനത്തിലും കൂടെയുണ്ടായിരുന്ന ശിഷ്യന്മാരുടെ മനസ്സിൽ യേശുവിനെ അത് ശല്യപ്പെടുത്തുന്നതായിരിക്കും എന്ന ധാരണയിലായിരിക്കാം അമ്മമാരെ ശിഷ്യന്മാർ നിരുത്സാഹപ്പെടുത്തുന്ന കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നതിന്. യേശു അല്പം നീരസത്തോടുകൂടെ ശിഷ്യന്മാരെ ശാസിക്കുന്നതായിട്ടാണ് നാം കാണുക. എത്ര കണ്ട് ക്ഷീണിതനാണ് താൻ എന്ന് വരികിലും എന്റെ ജീവിതത്തിന്റെ ദൗത്യ നിർവഹണത്തിന്റെ ഭാഗമാണിത് എന്നുള്ള രീതിയിലാണ് യേശു അതിനെ നോക്കിക്കണ്ടത്. ദൈവത്തിലേക്കുള്ള വഴി കുഞ്ഞുങ്ങളിലൂടെയാണ് യേശു മനുഷ്യരുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നത്. ആ നിഷ്കളങ്കതയും ശിശുത്വത്തിൻ്റെതായിട്ടുള്ള ലാളിത്യവും യേശു ദൈവികതയുടെ ലക്ഷണമായിട്ട് അംഗീകരിച്ചുകൊണ്ട് ശിഷ്യന്മാരോടായിട്ട് പറയുന്നു, കുഞ്ഞുങ്ങൾ എന്റെ അടുത്ത് വരുന്നതിന് ഒരിക്കലും നിങ്ങൾ തടസ്സം വയ്ക്കരുത്. അതുകൊണ്ട് അമ്മമാര് എടുത്തുകൊണ്ടുവന്ന കുഞ്ഞുങ്ങളെയെല്ലാം തന്നെ യേശു കൈവച്ച് അനുഗ്രഹിച്ച് പറഞ്ഞയക്കുന്നു. ചില കാര്യങ്ങൾ വ്യക്തികളെ ആയിരിക്കുന്ന രീതിയിൽ മനസ്സിലാക്കാൻ ഇടവരുന്നില്ലെങ്കിൽ, നല്ല ഉദ്ദേശത്തോടു കൂടി ആണെങ്കിൽ തന്നെ തിന്മ ചെയ്യുന്നതിന് തുല്യമായിട്ട് അത്തരം പ്രവർത്തനങ്ങൾ പരിണമിക്കാനിടയുണ്ട് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഇന്നത്തെ സുവിശേഷം എന്ന് ധരിക്കാം.